Good morning, students. Welcome to today's class. Today we are discussing design of IR filter using bilinear transformation. So, how IR filter can be designed by using bilinear transformation? Okay, so that is from analog filter to digital filter conversion. We are using the second method, that is bilinear transformation. First method we have already discussed, that is impulse invariant method. Okay. Now, the bilinear transformation is a conformal mapping that transforms the j omega axis into the unit circle in the z-plane only once, thus avoiding aliasing of frequency components. Okay. So, നമ്മൾ ഇമ്പൾസ് ഇൻവേരിയൻ മെത്തേഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് പറഞ്ഞത് മെനി ടു വൺ മാപ്പിംഗ് ആയിരുന്നു. സോ ദിസ് മെനി ടു വൺ മാപ്പിംഗ് can be avoided in this bilinear transformation since it map only once poles or only once from j omega axis to z plane. അതായത് j omega axis പറയുമ്പോൾ s plane z-ന്റെ അതായത് യൂണിറ്റ് സർക്കിൾ z പ്ലെയിനിന്റെ യൂണിറ്റ് സർക്കിളിലോട്ട് ഓൺലി വൺസേ മാപ്പ് ചെയ്യുന്നുള്ളൂ. സോ ഏലിയാസിങ് നമുക്ക് ഇവിടെ ഒഴിവാക്കാം. ഓക്കെ, സോ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷനിൽ പിന്നെ അതുപോലെ അവിടെ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡ് പ്ലെയിനിലുള്ള പോൾസ്, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള പോൾസ് ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആയിരിക്കും പ്രസന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എസ് പ്ലെയിനിലുള്ള പോൾസ് സെഡ് പ്ലെയിനിൽ ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ജെ ഒമേഗ ആക്സിസിലുള്ള പോൾസ് ഇൻ എസ് പ്ലെയിൻ സെഡ് ട്രാൻസ്ഫോമിൽ യൂണിറ്റ് സർക്കിളിന്റെ ബൗണ്ടറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അതിനെ പോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോം, അതായത് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ് us കൺസിഡർ അനലോഗ് ലീനിയർ ഫിൽട്ടർ വിത്ത് സിസ്റ്റം ഫംഗ്ഷൻ. ഓക്കെ, ഒരു അനലോഗ് ഫിൽട്ടർ കൺസിഡർ ചെയ്യാം, അതായത് അതിന്റെ എച്ച് ഓഫ് എസ്. നമ്മളൊരു എച്ച് ഓഫ് എസ് എടുത്തിട്ട് അതിനെ കറസ്പോണ്ടിങ് എച്ച് ഓഫ് സെഡ് ആയി ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് ദാറ്റ് ഇസ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സോ എസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത് എന്നാണ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ പറയുന്നത്. സോ നമുക്ക് അനലോഗ് ഫിൽട്ടർ, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ആണ്. സോ എച്ച് ഓഫ് എസ് എന്നുള്ള അനലോഗ് റെപ്രസെന്റേഷൻ, എച്ച് ഓഫ് സെഡ് ഡിജിറ്റൽ റെപ്രസെന്റേഷൻ. ഓക്കെ, നൗ എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ബി ബൈ എസ് പ്ലസ് എ എന്നാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഫോർ അനലോഗ് ലീനിയർ ഫിൽട്ടർ. ഓക്കെ, നോർമലി നമ്മുടെ ഇമ്പൾസ് ഇൻവാരിയന്റ് മെത്തേഡിലും ഏകദേശം ഇതുപോലെയായിരുന്നു. അവിടെ സി കെ ബൈ എസ് മൈനസ് പി കെ എന്നായിരുന്നു. ഓക്കെ, സോ ഹിയർ ബി ബൈ എസ് പ്ലസ് എ എന്നാണ് ഇവിടെ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ എച്ച് ഓഫ് എസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ദിസ് വി ഹാവ് എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ഓഫ് എസ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇൻപുട്ട് എക്സ് ഓഫ് എസും അതിന്റെ ഔട്ട്പുട്ട് വൈ ഓഫ് എസും ആണെങ്കിൽ അതിന്റെ ഒരു ഫിൽട്ടറിനകത്തിലൂടെ കടത്തുന്ന ഫിൽട്ടർ റെസ്പോൺസ് എച്ച് ഓഫ് എസ് ആണെങ്കിൽ എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ദാറ്റ് ഇസ് വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ്. സോ ദിസ് എച്ച് ഓഫ് എസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് വിച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ എസ് പ്ലസ് എ. ഓക്കെ, നൗ ഈ ഒരു വൈ ഓഫ് എസിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഹാവ് എസ് ഇൻറ്റു വൈ ഓഫ് എസ് പ്ലസ് എ ഇൻറ്റു വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് ഓഫ് എസ്. ഓക്കെ, ദാറ്റ് ഇസ് ദിസ്. നൗ this can be characterized by the differential equation. So this can be write by the differential equation, that is s into y of s is differential form of y of s, that is d by dt of y of t. സോ വൈ ഓഫ് എസ് എന്ന് പറയുമ്പോൾ എസ് പ്ലെയിനിൽ കാണുന്നത് അനലോഗ് ആണ്. അനലോഗ് ആകുമ്പോൾ നമുക്ക് ടി ഫോമിലാണ് ചെയ്യുന്നത്. സോ വൈ ഓഫ് ടി വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടി. സോ എസ് ഇൻറ്റു വൈ ഓഫ് എസ് പറയുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് ടി ഒരു ഡിഫറൻഷ്യൽ ഉണ്ട്. സോ എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറൻഷ്യൽ ഉണ്ടാവും, ദാറ്റ് ഇസ് ഡി സ്ക്വയർ വൈ ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ. സോ എസ് ഇൻറ്റു വൈ ഓഫ് എസ് ആയതുകൊണ്ട് ഒരു ഡിഫറൻഷ്യലേ ഉള്ളൂ, ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് ടി പ്ലസ് എ ഇൻറ്റു വൈ ഓഫ് എസിന് പകരം വൈ ഓഫ് ടി എന്ന് കൊടുക്കാം ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് ഓഫ് എസിന് പകരം എച്ച് ഓഫ് ടി എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഈ കറസ്പോണ്ടിങ് ഈ ഒരു ഇക്വേഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇനി വൈ ഓഫ് ടി ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ബൈ ട്രപ്പിസോയിഡൽ ഫോർമുല. ഇനി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്കറിയാം വൈ ഓഫ് ടി, അതായത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു അനലോഗ് ഫംഗ്ഷൻ വൈ ഓഫ് ടി ഉണ്ട്. ഓക്കെ, ഈ വൈ ഓഫ് ടിനെ നമുക്ക് ട്രപ്പിസോയിഡൽ ഫോർമുല യൂസ് ചെയ്തിട്ട്, അത് ട്രപ്പിസോയിഡൽ ഫോർമുല ജനറൽ ഫോർമുലയാണ്, ഈ ഒരു രീതിയിൽ എഴുതാം. വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി സീറോ ടു ടി വൈ ഡാഷ് ഓഫ് ടി ടോ വൈ ഡാഷ് ഓഫ് ടോ ഡി ടോ പ്ലസ് വൈ ഓഫ് ടി സീറോ. ഓക്കെ, ഈ ഒരു വൈ ഓഫ് ടീനെ നമുക്ക് ട്രപ്പിസോയിഡൽ ഫോർമുല ബേസ് ചെയ്തിട്ട് വൈ ഓഫ് ടി ഫ്രം ദിസ് ഇക്വേഷൻ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടിന്റെ വാല്യൂ, ഈ ഇക്വേഷനിൽ വൈ ഓഫ് ടിന്റെ വാല്യൂ വി ഹാവ് ഇന്റഗ്രൽ ടി സീറോ ടു ടി വൈ ഡാഷ് ഓഫ് ടോ ഡി ടോ പ്ലസ് വൈ ഓഫ് ടി സീറോ. ഈ ഒരു ഫോമിലോട്ടാണ് നമുക്ക് വൈ ഓഫ് ടീനെ ഇതിന് റെപ്രസെന്റ് ചെയ്യാം.
സോ ഹിയർ y dash of t denotes the derivative of y of t. y dash of t എന്ന് പറയുമ്പോൾ y of t ന്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, സോ ഹിയർ dy by dt, d by dt of y of t എന്നാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഡെറിവേറ്റീവ് ആണ്. ഇൻറ്റു ഡി ടി എന്ന് പറയുമ്പോൾ dy of t വരും, പ്ലസ് ഈ y of t 0. ഓക്കെ, ഇതിൽ y of t ന്റെ വാല്യൂ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. സോ y of t is equal to t0 to t y dash of t or to d top plus y of t 0. Okay, now the approximation of the integral in 5.85 by the trapezoidal formula at t equal to nt and t0 is equal to nt minus 3 is. Okay, ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടുന്ന് t0 to t ആണ് ഇതിന്റെ എന്ത് പോകുന്നത്, ടൈം ഇന്റർവെല്ലിൽ പോകുന്നത്. ഓക്കെ, t0 to t. സോ ഈ t0 to t-നെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ടിക്ക് ഒരു വാല്യൂം അതുപോലെ തന്നെ t0ക്ക് ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നു. സോ ടി ഈക്വൽ ടു ഹിയർ ടി ഈക്വൽ ടു എൻ ടി, നമ്മൾ ടി ഈക്വൽ ടു എൻ ടി എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. കാരണം അനലോഗിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിജിറ്റലൈസ് ചെയ്യണം, റൈറ്റ്? സോ നമ്മൾ ടി എന്നുള്ള കണ്ടിന്യൂസിന് ടി ഈക്വൽ ടു എൻ ടി എന്ന് എഴുതുന്നു. ആൻഡ് ഓൾസോ t0 is equal to nt minus t. ഓക്കെ, t0 is equal to nt minus t എന്നുള്ള ഫോമിലോട്ടും ഓക്കെ ചെയ്തു, n2 minus 2. ഓക്കെ, ടി nt minus t. ഓക്കെ, ക്യാപിറ്റൽ ടി. ദെൻ നെക്സ്റ്റ്, അപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്തായി മാറും, ടീനെ നമ്മൾ റീപ്ലേസ് ചെയ്തത് ടി ഈക്വൽ ടു എൻ ടി. സോ വൈ ഓഫ് ടിക്ക് പകരം നമ്മൾ വൈ ഓഫ് എൻ ടി ഇസ് ഈക്വൽ ടു, നൗ ഹിയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടീന്റെ കറസ്പോണ്ടിങ് ആയി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടി ബൈ ടു, അതായത് വൈ ഡാഷ് ഇവിടെ ഉണ്ട്. സോ വി ഹാവ് ടി ബൈ ടു ഇൻറ്റു ഇന്റഗ്രൽ ഫോം ടി ബൈ ടു ഇൻറ്റു y dash of t dt. y dash of t dt എന്ന് പറയുമ്പോൾ t equal to ഇവിടെ n t കൊടുക്കണം. സോ വി ഹാവ് ഫ്രം t0 to t ആണ്. ഓക്കെ, ഫ്രം t0 to t. സോ y dash, ഈ ഒരു സംഭവം ഫ്രം t0 to t പ്ലസ് y of t0, ഇത് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇതാണ് നമുക്ക് t0 to t കൊടുക്കേണ്ടത്. സോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. സോ ഫസ്റ്റ് നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാം. സോ y dash of t dt എന്നുള്ളത് t റീപ്ലേസ്ഡ് ബൈ എൻ ടി കൊടുക്കും. സോ വി ഹാവ് y dash of എൻ ടി. ഓക്കെ, പ്ലസ് ഇനി നമുക്ക് ലോവർ ലിമിറ്റ് കൊടുക്കണം. സോ y dash of t റീപ്ലേസ്ഡ് ബൈ എൻ ടി മൈനസ് ടി ഇൻ ലോവർ ലിമിറ്റ്. സോ y dash of എൻ ടി മൈനസ് ടി. സോ ദിസ് ഇസ് ദ ഈ ഒരു ഇന്റഗ്രലിന്റെ അകത്തുള്ള വാല്യൂ ആണ് ഇത്. ഓക്കെ, ദിസ് ഇസ് ദ ഇൻസൈഡ് ഓഫ് ദിസ് ഇന്റഗ്രൽ. ഈ ഒരു ഇന്റഗ്രലിന്റെ അകത്തുള്ള വാല്യൂ ആണ്. സോ വൈ ഓഫ് എൻ ടി, ഇതിനെ നമ്മൾ ടീനെ എൻ ടി ആയിട്ടും t0 എൻ ടി മൈനസ് ടി ആയിട്ട് റീപ്ലേസ് ചെയ്താൽ വി ഹാവ് ടി ബൈ ടു ഇസ് ഈക്വൽ ടു വൈ ഡാഷ് ഓഫ് ടി റീപ്ലേസ്ഡ് ബൈ എൻ ടി ഡി ടി. ഓക്കെ, ഇന്റഗ്രേഷൻ നമ്മൾ കഴിഞ്ഞു, ഇന്റഗ്രേഷൻ കഴിഞ്ഞു. സോ ടി ഡി റീപ്ലേസ്ഡ് ബൈ ടി ബൈ ടു വൈ ഡാഷ്, ഇന്റഗ്രേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ടി ബൈ ടു നമുക്ക് കിട്ടുന്നത്. സോ വൈ ഡാഷ് t is replaced by nt plus y dash t0 is replaced by t nt minus t. So y dash nt minus t, okay, bracket close, plus y of t0 എന്നാണ് ഒരു കോൺസ്റ്റന്റ്. സോ y of t0 എന്ന് പറഞ്ഞാൽ nt minus t. So y of nt minus t. Okay, so we get y of nt from the differential equation 5.84 we obtain. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ടീന്റെ വാല്യൂ കറസ്പോണ്ടിങ് എൻ ടി എന്ന് കൊടുത്താൽ നമുക്ക് ഇത് കിട്ടും, ഡി ബൈ, ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് ടി എന്നുള്ളത് ഡി ബൈ ഡി ടി നമുക്ക് വൈ ഡാഷ് ആയി കൊടുക്കാം ഡിഫറൻഷ്യലിനെ. സോ വൈ ഡാഷ് ഓഫ് ടി എന്ന് വരും. സോ ടീനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് എൻ ടി വരുമ്പോൾ വൈ ഡാഷ് ഓഫ് എൻ ടി ഇസ് ഈക്വൽ ടു, ഇവിടെ പ്ലസ് ഉണ്ട്, ഇതിനെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട്, അതായത് റൈറ്റ് സൈഡിലോട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് എ ഓഫ് ടി. സോ വി ഹാവ് മൈനസ് y of t. So we have minus y of nt, small letter t is replaced by nt. So minus a y of nt plus b into x of t is replaced by x of nt. Okay, so our equation നമുക്ക് ഇങ്ങനെ കിട്ടി, റൈറ്റ്, ഇങ്ങനെ കിട്ടി. Substituting 5.87 in 5.86 we get. Okay, ഇവിടെ y ഡാഷിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ, y ഡാഷ് ഓഫ് ഇന്നത് കിട്ടി. സോ ഇവിടെ നമുക്ക് കുറെ y ഡാഷ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, y ഡാഷ് ഈ രണ്ട് പ്ലേസിലും നമുക്ക് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, നൗ y ഓഫ് എൻ ടി ഈ ഒരു ഇക്വേഷനിലോട്ട് കൊടുക്കുന്നു. സോ വി ഹാവ് y ഓഫ് എൻ ടി is equal to t by 2 into y dash of എൻ ടി. ഓക്കെ, ഈ ഒരു y dash of nt is equal to this y dash of nt. സോ നമുക്ക് അതിന് പകരം ഈ ഒരു ടേം എഴുതാം, that is minus ay nt plus bx into nt. ഓക്കെ, ഇത്രയും നമ്മൾ y dash of nt കൊടുത്തു. then next plus y dash of nt minus t. സോ ഈ y dash ന് nt ക്ക് പകരം nt minus t എന്ന് റീപ്ലേസ് ചെയ്താൽ മതി. സോ വി ഹാവ് മൈനസ്, ഇനി ഈ ഒരു വാല്യൂൻ്റെ കൊടുക്കുന്നത്. സോ വി ഹാവ് മൈനസ് a into nt minus t plus b into x into nt ക്ക് പകരം nt minus t plus ലാസ്റ്റ് y of nt minus t അതുപോലെ എഴുതാം, കാരണം y ഡാഷിന് മാത്രമേ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ഈ ഒരു കേസിൽ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു y ഓഫ് എൻ ടി എന്നുള്ള കോൺസ്റ്റന്റ് ഉണ്ട്. ബാക്കിയൊക്കെ ഇതിന്റെ വേരിയബിൾ കോഫിഷ്യന്റ് ആയിട്ട് വരുന്നത് എയും വരുന്നുണ്ട് ബിയും വരുന്നുണ്ട്. ഓക്കെ, അൾട്ടർനേറ്റ് ആയിട്ട് എ ബി കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഇതിനെ എക്ക് ഒരു സൈഡിലും ബിക്ക് ഒരു സൈഡിലും കൊടുക്കാം. സോ വി ഹാവ് y ഓഫ് എൻ ടി ഇത് ഈ ഒരു സൈഡിലോട്ട് നമുക്ക് എന്റെ ടേംസിലേക്ക് കൊണ്ടുവരാം. സോ y ഓഫ് എൻ ടി പ്ലസ് ഓക്കെ നൗ നെക്സ്റ്റ് വൈന്റെ ടേം പറയുമ്പോൾ ടി ബൈ ടു മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഈ ടേം, സോ ദാറ്റ് ഈസ് മൈനസ് ടി ബൈ ടു എ വൈ ഓഫ് എൻ ടി. സോ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ പ്ലസ് വരും. സോ വി ഹാവ് പ്ലസ് എ ടി ബൈ ടു വൈ ഓഫ് എൻ ടി. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്റെ ടേം വരുന്ന ഇതാണ്. ഓക്കെ, ഇതും ഈ ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം. ഇവിടെ രണ്ടും എൻ ടി മൈനസ് ടി എന്നാണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഇതിന് രണ്ടിനും അപ്പുറത്ത് എടുക്കുമ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. സോ ഇതിൽ നിന്ന് വൈ ഓഫ് എൻ ടി മൈനസ് ടി ഈ രണ്ട് ടേമെന്നും ഈ ടേമെന്നും അതുപോലെ തന്നെ ഈ ടേമെന്നും വൈ ഓഫ് എൻ ടി മൈനസ് ടിന് പുറത്തെടുക്കാം. സോ വൈ ഓഫ് എൻ ടി മൈനസ് ടി ഇതാ ഇൻറ്റു ഈ ടേം മൈനസ് ആവും, ഈ ടേം പ്ലസ് ആവും. സോ വി ഹാവ് മൈനസ് എന്ന് പുറത്തെടുക്കുമ്പോൾ ഈ ഒരു ടേം ഫസ്റ്റ് വരിക, മൈനസ് എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഈ മൈനസ് ടേം എന്ന് പറയുമ്പോൾ 1 ആണ്. സോ 1 ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. സോ ഇവിടെ പ്ലസ് മൈനസ് എടുത്തുകൊണ്ട് വി ഹാവ് മൈനസ്. സോ വി ഹാവ് 1 മൈനസ് എ ടി, പിന്നെ ഈ ടി ബൈ ടു മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ ഇത്രയും ഫാക്ടേഴ്സ്. ഓക്കെ, ഇത്രയും ഫാക്ടർ ടി ബൈ ടു മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇതിന്റെ ബാക്കി നമുക്ക് റിമൈനിങ് വരെ 1 മൈനസ് എ ടി ബൈ ടു എന്നാണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത് മൈനസ് 1 മൈനസ് എ ടി ബൈ ടു ഇൻറ്റു വൈ ഓഫ് എൻ ടി മൈനസ് ടിനെ പുറത്തെടുത്തു. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഈ സൈഡിലുള്ള തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ബികൾ നമ്മൾ എടുത്തെഴുതാം. ഓക്കെ, ഫസ്റ്റ് ബി ഇതാണ്, ദാറ്റ് ഈസ് ടി ബൈ ടു ബി എക്സ് എൻ ടി, ദാറ്റ് ഈസ് ടി ബൈ ഓക്കെ ബി ടി ബൈ ടു എക്സ് എൻ ടി പ്ലസ് ഓക്കെ ഈ ടേം എടുത്തോണ്ട് ഇതിലൊക്കെ ടി ബൈ ടു ഉണ്ട്, അപ്പൊ നമ്മൾ ബി ഉണ്ട്. സോ ബി ടി ബൈ ടുവിനെ ഞാൻ പുറത്തെടുക്കുക ചെയ്യുന്നത്. സോ എക്സ് ഓഫ് എൻ ടി പ്ലസ് ഇനി ഇവിടെ വരുന്ന ഇതാണ്. ഓക്കെ, ഇവിടെ ബിനെ പുറത്തെടുക്കുന്നുണ്ട്, ടി ബൈ ടുവിനെ പുറത്തെടുത്തിട്ടുണ്ട്. സോ എക്സ് ഓഫ് എൻ ടി മൈനസ് ടി ഇത്രയാണ് വരിക. ഈ ഒരു ടേമിൽ എക്സ് ഓഫ് എൻ ടി മൈനസ് ടി വരും. സോ സോൾവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടി. ദെൻ നെക്സ്റ്റ് y is equal to y of nt and x of n equal to x of nt. സോ ഈ y of nt x of n ടിക്ക് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് y of n കിട്ടും. സോ ഹിയർ വി ഹാവ് ഈ ഒരു രണ്ട് ഇക്വേഷൻ നമുക്ക് y of n പുറത്തെടുക്കാം. സോ y of n ഇൻറ്റു 1 പ്ലസ് എ ടി ബൈ ടു മൈനസ് 1 മൈനസ് എ ടി ബൈ ടു y of n. കാരണം ഓക്കെ ഇത് ദിസ് ഇസ് 1 ടി ഈക്വൽ ടു 1, ഇവിടെ 1 ഇൻറ്റു n മൈനസ് 1 ഈക്വൽ ടു ബി ടി ബൈ ടു എക്സ് ഓഫ് എൻ ടി എന്നുള്ള n വരും പ്ലസ് എക്സ് ഓഫ് n മൈനസ് 1. ഓക്കെ, ടി ഈക്വൽ ടു 1 കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ദെൻ നെക്സ്റ്റ് ഈ ഒരു ഇക്വേഷൻ y ഓഫ് n ഫോമിലാണ് അല്ലെ, അപ്പോൾ ഡിജിറ്റൽ ഫോമിലാണ്. ഇതിനെ നമുക്ക് എന്താണ് കറസ്പോണ്ടിങ് z ട്രാൻസ്ഫോം കാണാം. സോ ഈ ഒരു ഡിഫറൻസ് ഇക്വേഷന്റെ z ട്രാൻസ്ഫോം കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 പ്ലസ് എ ടി ബൈ ടു y ഓഫ് n കറസ്പോണ്ടിങ് y ഓഫ് z മൈനസ് 1 മൈനസ് എ ടി ബൈ ടു കോൺസ്റ്റന്റ്. അതുപോലെ തന്നെ y n മൈനസ് 1 എന്ന് പറയുമ്പോൾ z ഇൻവേഴ്സ് y ഓഫ് z എന്നാ കിട്ടുക. ഓക്കെ, y n മൈനസ് 2 വരുമ്പോൾ z മൈനസ് 2 z y ഓഫ് z. സോ y of n y of z ആയിട്ട് റീപ്ലേസ് ചെയ്തു, y of n മൈനസ് 1 z ഇൻവേഴ്സ് y of z ആയിട്ട് റീപ്ലേസ് ചെയ്തു. ദെൻ ബി ടി ബൈ ടു ഓക്കെ ഇവിടുന്ന് ഞാൻ എക്സ് ഓഫ് n ഓക്കെ ഇവിടെ നോക്കൂ എക്സ് ഓഫ് n ഞാൻ റീപ്ലേസ് ചെയ്തു എക്സ് ഓഫ് z ആയിട്ട് പ്ലസ് ഇതിനെ z ഇൻവേഴ്സ് എക്സ് ഓഫ് z ആയിട്ട്. എന്നിട്ട് എക്സ് ഓഫ് z പുറത്തെടുക്കുമ്പോൾ വി ഹാവ് 1 പ്ലസ് z ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഈ ഫോമിലോട്ട് 1 പ്ലസ് z ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഓഫ് z വന്നത്. എക്സ് ഓഫ് n എക്സ് ഓഫ് z എടുത്തു, ഇത് z ഇൻവേഴ്സ് എക്സ് ഓഫ് z എടുത്തു, കാരണം എക്സ് n മൈനസ് 1 വന്നുകൊണ്ട്. ഓക്കെ, നൗ ദ സിസ്റ്റം ഫംഗ്ഷൻ ഓഫ് ദ ഡിജിറ്റൽ ഫംഗ്ഷൻ. നമുക്കറിയാം ഈ ഡിജിറ്റൽ ഫംഗ്ഷന്റെ സിസ്റ്റം ഫംഗ്ഷൻ എന്താ എച്ച് ഓഫ് z ആണ്. സോ വി ഹാവ് എച്ച് ഓഫ് z ഇസ് ഇക്വൽ ടു y ഓഫ് z ബൈ എക്സ് ഓഫ് z. സോ ഇതിൽ നമുക്ക് y ഓഫ് z പുറത്തെടുത്താൽ നമുക്ക് ഇത് കോമൺ ആയിട്ട് എടുക്കാം. സോ ഈ ടേം മൈനസ് ഈ ടേം വരും. സോ ഓക്കെ ഈ ടേം മൈനസ് ഈ ടേം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, y ഓഫ് z പുറത്ത് ഓക്കെ y ഓഫ് z എച്ച് ഓഫ് z ഇസ് ഈക്വൽ ടു y ഓഫ് z ബൈ ഈ എക്സ് ഓഫ് z ചെയ്യാം. y ഓഫ് z ഇതിനങ്ങോട്ട് കൊണ്ടുവരാം. സോ വി ഹാവ് y ഓഫ് z ബൈ എക്സ് ഓഫ് z ഇസ് ഈക്വൽ ടു ഈ ടേം ബൈ ഈ ടേം ഓക്കെ ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങോട്ട് വരും. സോ വി ഹാവ് ബി ടി ബൈ ടു 1 പ്ലസ് z ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ ദിസ് ഇസ് ബി ടി ബൈ ടു 1 പ്ലസ് z ഇൻവേഴ്സ്. ഈ ടേം ന്യൂമറേറ്ററിലും ഇത് ഡിനോമിനേറ്ററിലായിട്ട് വരും. സോ 1 പ്ലസ് എ ടി മൈനസ് 1 മൈനസ് എ ടി z ഇൻവേഴ്സ് ഇങ്ങനെ വരും. ഓക്കെ, സോ ഇവിടെ z ഇൻവേഴ്സ് ഉണ്ട്, ഇവിടെ അതില്ല. ദെൻ നെക്സ്റ്റ് ബി ടി ബൈ ടു 1 പ്ലസ് z ഇൻവേഴ്സിൽ ഈ ഒരു ടേമിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്കെ 1 മൈനസ് 1 ഇൻറ്റു z ഇൻവേഴ്സ്. സോ 1 മൈനസ് z ഇൻവേഴ്സ് വരും. സോ ദിസ് ഇസ് 1 മൈനസ് z ഇൻവേഴ്സ്. ഈ ടേമത്തെ 1ഉം
-1 into z inverse. ഇതിന് z inverse മൾട്ടിപ്ലൈ ചെയ്യാണ്ട് അപ്പോൾ എന്തായാലും 0 ആയിട്ട് പോകില്ല. -1 into z inverse ആകുമ്പോൾ -z inverse ആകും. സോ 1 - z inverse ഫസ്റ്റ് ടേം. ദെൻ നെക്സ്റ്റ് ടേം പറയുമ്പോൾ ഇങ്ങനെ വരിക, -1 ഉണ്ടാവില്ല, ഈ ടേമും അതുപോലെ തന്നെ ഇതും, ദാറ്റ് ഇസ് മൈനസ് മൈനസ് പ്ലസ് 80 z ഇൻവേഴ്സ് വരും. സോ 80/2 പ്ലസ് 80 z ഇൻവേഴ്സും. സോ 80/2നെ ഞാൻ പുറത്തെടുക്കാം. സോ വി ഗെറ്റ് 80/2നെ പുറത്തെടുക്കുമ്പോൾ 1 മൈനസ് മൈനസ് എന്താവും, പ്ലസ് ആവും. 1 പ്ലസ് z ഇൻവേഴ്സ് വരും. 80/2നെ പുറത്തെടുത്തു, 80/2 ഇൻറ്റു 1 പ്ലസ് z ഇൻവേഴ്സ്. സോ ഇങ്ങനെ ഒരു ഫോർമുലയിൽ നമുക്ക് h of z വാല്യൂ കിട്ടി. ദെൻ ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ t/2 1 പ്ലസ് z ഇൻവേഴ്സ്. t/2 1 പ്ലസ് z ഇൻവേഴ്സ് ഇവിടെയും, അതുപോലെ തന്നെ t/2 1 പ്ലസ് z ഇൻവേഴ്സ് ഇവിടെയും കോമൺ ആണ്. ഓക്കെ, ഇവിടെ ഒരു ബി ഉണ്ട്, ഇവിടെ എ ഉണ്ട്, അത്രേ ഉള്ളൂ. സോ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഞാൻ സെയിം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഹാവ് h of z is equal to t/2 1 പ്ലസ് z ഇൻവേഴ്സ് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഓക്കെ, ബി വാല്യൂ ആയിരിക്കും ബി ബൈ, ഇവിടെ അങ്ങനത്തെ ടേംസ് ഒന്നും ഇല്ല, സോ അത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വി ഗെറ്റ്, ഡിവൈഡ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2/t 1 മൈനസ് z ഇൻവേഴ്സ് ബൈ 1 പ്ലസ് z ഇൻവേഴ്സ്. ഓക്കെ, ഇതിനായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫോമുലോട്ടാ കിട്ടുക. 2/t 1 മൈനസ് z ഇൻവേഴ്സ് ബൈ, ഇതിനെ ഡിവൈഡ് ചെയ്യാണ്, ബൈ ദിസ് ടേം. സോ t/2 നേരെ റിവേഴ്സ് ആയിട്ട് ന്യൂമറേറ്റർക്ക് വരുമ്പോൾ 2/t വരും. 2/t 1 മൈനസ് z ഇൻവേഴ്സ് ബൈ 1 പ്ലസ് z ഇൻവേഴ്സ് പ്ലസ്, ഇവിടെ എല്ലാം ക്യാൻസൽ ചെയ്ത് എ ബാക്കിയുള്ളൂ എ. സോ h of z is in the form b by 2/t 1 മൈനസ് z ഇൻവേഴ്സ് ബൈ 1 പ്ലസ് z ഇൻവേഴ്സ് പ്ലസ് എ. ഇത് h of s-നായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ h of s എന്തായിരുന്നു? b by s പ്ലസ് എ എന്നായിരുന്നു. സോ കമ്പയർ ചെയ്യുമ്പോൾ ഹിയർ s is equal to, അപ്പോൾ എസിനെ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? ഈ b by s പ്ലസ് എ എന്നായിരുന്നു h of s. സോ h of z നമുക്ക് ബൈലിനിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ s is equal to 2/t 1 മൈനസ് z ഇൻവേഴ്സ് ബൈ 1 പ്ലസ് z ഇൻവേഴ്സ് ആണ്. സോ h of s-നെ നമുക്ക് h of z ആക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, s is replaced by this value. Okay, now this relationship between s and z is known as bilinear transformation. Let z is equal to r e raised to omega. ഇനി നമുക്ക് സിഗ്മ വാല്യൂ, അതായത് ഒമേഗ തമ്മിലുള്ള റിലേഷൻ കാണാം. അപ്പൊ എസ് കണ്ടില്ല, ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ മനസ്സിലാക്കി, ഇനി ഒമേഗന്റെ വാല്യൂ കിട്ടണം. സോ വി ഹാവ് z is equal to r e raised to omega. സോ s is equal to സിഗ്മ പ്ലസ് j ഒമേഗ. അങ്ങനെ അറിയാം, z-ന്റെ വാല്യൂ നമുക്കറിയാം, അതുപോലെ തന്നെ s-ന്റെ വാല്യൂ അറിയാം. ഇനി ഇതിൽ നിന്ന് ഈ ഒരു ടേം എന്ന് വേണം നമുക്ക് s-നും z-നും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ s is equal to 2/t 1 മൈനസ് z ഇൻവേഴ്സ് ബൈ 1 പ്ലസ് z ഇൻവേഴ്സ് എടുക്കുന്നു. ഓക്കെ, സോ 2/t 1 മൈനസ് z ഇൻവേഴ്സ് പറഞ്ഞാൽ 1 മൈനസ് 1 ബൈ z വരും. സോ 1 ബൈ z അറിയുമ്പോൾ 1 ഇൻറ്റു z മൈനസ് 1 ബൈ z വരും. ഓക്കെ, സോ ഇവിടെ അതുപോലെ തന്നെ z പ്ലസ് 1 ബൈ z വരും. സോ ബൈ z രണ്ടും ഡിവൈഡ് ക്യാൻസൽ ചെയ്ത് പോയാൽ വി ഗെറ്റ് z മൈനസ് 1 ബൈ z പ്ലസ് 1. സോ ഇതിന്റെ ഒരു സിംപ്ലിഫൈഡ് ഫോമാണ് ദിസ്. s is equal to 2/t, അതായത് z ഇൻവേഴ്സിന് അങ്ങനെ 1 ബൈ z എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 2/t z മൈനസ് 1 ബൈ z പ്ലസ് 1 എന്നുള്ള ഫോമിലോട്ട് വരും. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു. സോ 2/t ഇൻറ്റു z is replaced by r e raised j omega minus 1 by r e raised j omega plus 1 which is equal to r ഇൻറ്റു e raised j omega എന്ന് പറഞ്ഞാൽ cos omega plus j sin omega. സോ r ഇൻറ്റു എന്നായതുകൊണ്ട് r ഇൻറ്റു cos omega plus r ഇൻറ്റു sin omega. സോ r cos omega പ്ലസ് ജെ ആർ സൈൻ ഒമേഗ. ഓക്കെ, ഇ റേസ് ജെ ഒമേഗ കോസ് ഒമേഗ പ്ലസ് ജെ സൈൻ ഒമേഗ ആണ്. സോ ആർ മൾട്ടിപ്ലൈ ആണ്. സോ ആർ കോസ് ഒമേഗ പ്ലസ് ജെ ആർ സൈൻ ഒമേഗ എന്ന് കിട്ടി. ഈ -1 സെൻട്രലാക്കി -1 ഇങ്ങനെ എഴുതി. അതായത് ഇതിൽ നമ്മൾ ഡയറക്റ്റ് എഴുതിയിട്ട് റിയൽ പാർട്ട് ഒരു ഭാഗത്തേക്കും ഇമാജിനറി പാർട്ട് വേറെ പാർട്ടായി എഴുതി. ശരിക്കും ആർ കോസ് ഒമേഗ പ്ലസ് ജെ ആർ സൈൻ ഒമേഗ എന്ന് എഴുതുന്നത്, അതായത് ഇമാജിനറി പാർട്ട് ഞാൻ പുറത്തേക്ക് എഴുതി. ഓക്കെ, now denominatorലും similar way r cos omega plus 1 j r sin omega അങ്ങനെ കിട്ടി. നെക്സ്റ്റ് 2/t ഇൻറ്റു ഈ ഫോമിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡിനോമിനേറ്റർ ടേം ഉണ്ടല്ലോ, അതായത് ഇത് റിയൽ പാർട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, പ്ലസ് ജെ ഒമേഗ, ദിസ് ഇസ് റിയൽ പാർട്ട്. സോ ഇത് എ പ്ലസ് ബി എന്നുള്ള ഫോമിലാണ്. സോ ഇതിന്റെ ഒരു നെഗറ്റീവ് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ആർ കോസ് ഒമേഗ പ്ലസ് 1 മൈനസ് എന്നുള്ള ടേം ജെ ആർ സൈൻ ഒമേഗ. ഇതിന് ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, ഈ സെയിം സംഭവത്തിന്റെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സെയിം വാല്യൂ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഗെറ്റ് ന്യൂമറേറ്ററിൽ നമ്മൾ
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിലോട്ട് വരും. അതിൽ സൈൻ സ്ക്വയറും കോസ് സ്ക്വയർ ഒമേഗ എന്നൊക്കെ വരുന്നുണ്ടാവും. അങ്ങനെ സൈൻ സ്ക്വയർ ഒമേഗ പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ എന്ന് പറയുമ്പോൾ 1 ഒക്കെ ഇട്ട് എടുത്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിലോട്ട് വരും ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമുല. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലോട്ട് ചെയ്താൽ മതി. സോറി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലോട്ട് ചെയ്താൽ മതി. ദിസ് ഇസ് എ ദിസ് ഇസ് ബി എ പ്ലസ് ബി into a minus b. So a square minus b square എന്ന ഫോമിൽ ചെയ്യുമ്പോൾ a plus b into a minus b a square minus b square എന്നാണ്. സോ മൈനസ് j സ്ക്വയർ വരുമ്പോൾ -1 വരും. അപ്പോൾ മൈനസ് മൈനസ് ഇവിടെ എന്തായി പ്ലസ് ആയി മാറും. സോ ആർ കോസ് ഒമേഗ പ്ലസ് ഓൺ സ്ക്വയർ പ്ലസ് ഇത് j സ്ക്വയർ വരുമ്പോൾ മൈനസ് വരും. സോ മൈനസ് മൈനസ് ആണ് ഇവിടെ പ്ലസ് വരുന്നത്. സോ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ എന്ന് വരും. ഈ ഒരു ഫോർമാറ്റിലോട്ട് വന്നു. ദെൻ നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലുള്ളത് അതുപോലെ എഴുതി. ദെൻ താഴെയുള്ളതിൽ ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. സോ ആർ കോസ് ഒമേഗ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലോട്ട് എക്സ്പാൻഡ് ചെയ്തു. സോ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഇസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് 2r ക്രോസ് ഒമേഗ പ്ലസ് 1. ഓക്കെ, ആ 1 ഞാൻ പുറത്തേക്ക് എഴുതിയതാണ്. പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമാജിനറി ആൻഡ് റിയൽ പാർട്ട് സെപ്പറേറ്റ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് ജസ്റ്റ് ലുക്ക് ദിസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ. ഇതിൽ നിന്ന് ഒരു ആർ സ്ക്വയർ പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. സോ ഈ ഒരു ടേം ആർ സ്ക്വയറിന് മാത്രം കിട്ടും. സോ ആർ സ്ക്വയർ പ്ലസ് 1. സോ വി ഹാവ് ആർ സ്ക്വയർ മൈനസ് 1 ആണ് ഇവിടെ റിയൽ ടേം. നമുക്ക് റിയൽ ടേം ഇമാജിനറി ടേം ആയി മാറ്റണം. സോ ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗയിൽ നിന്ന് ആർ സ്ക്വയർ പുറത്തെടുത്ത് നമുക്ക് 1 കിട്ടും. സോ ആർ സ്ക്വയർ മൈനസ് 1 പ്ലസ് 2j ആർ സൈൻ ഒമേഗ കിട്ടും. സോ ആർ സ്ക്വയർ മൈനസ് 1 അതിന്റെ റിയൽ പാർട്ട്. സോ നമുക്ക് റിയൽ പാർട്ട് ആർ സ്ക്വയർ മൈനസ് 1 എഴുതി. പ്ലസ് ജെ ഇൻറ്റു ഇമാജിനറി ഇപ്പോൾ 2r സൈൻ ഒമേഗ. ഓക്കെ, ജെ ഇൻറ്റു 2r സൈൻ ഒമേഗ എന്ന് എഴുതി. ഇനി ഡിനോമിനേറ്ററിന് സെയിം കേസ് വരുന്നുണ്ട്. ഈ ഫസ്റ്റും തേർഡും നോക്കിയാൽ മതി. ഫസ്റ്റും തേർഡിലും ആർ സ്ക്വയർ പുറത്തെടുത്താൽ ആർ സ്ക്വയർ എന്ന് വരാം. ആർ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. സോ ആർ സ്ക്വയർ എന്ന് വരും. സോ 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 2r കോസ് ഒമേഗ. സോ 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 2r കോസ് ഒമേഗ രണ്ടിനും ഡിനോമിനേറ്റർ ആയി കൊടുക്കുക. ഓക്കെ, ഇതിന് റിയൽ പാർട്ട് ആർ സ്ക്വയർ മൈനസ് 1 പുറത്ത് മാറ്റി ഇമാജിനറി പാർട്ട് വേറെ. ഡിനോമിനേറ്റർ രണ്ടിനും സെയിം ആയിരിക്കും. 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 2r കോസ് ഒമേഗ. ഓക്കെ, ഇപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തിന്റെ ഫോർമുല വരുന്നത്? എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ എന്നുള്ള ടേമിലാണ്. സോ ആ ഒരു അതായത് ഫസ്റ്റ് നമ്മൾ കൊടുത്ത എസിന്റെ ഇൻ ദിസ് ഫോം സിഗ്മ പ്ലസ് ജെ ഒമേഗ എന്നാണ്. സോ റിയൽ പാർട്ടിന് സിഗ്മ വാല്യൂ കൊടുക്കുക, ഇമാജിനറി പാർട്ടിന് ഒമേഗ കൊടുക്കുക. സോ സിഗ്മ ഇസ് ഈക്വൽ ടു 2/t ദിസ് റിയൽ പാർട്ട് വാല്യൂ ആൻഡ് ഒമേഗ ഇസ് ഈക്വൽ ടു 2/t ഈ ഇമാജിനറി പാർട്ട് വാല്യൂ 2/t. അപ്പോൾ ജെന്റെ ആവശ്യമില്ല, ഇമാജിനറി പാർട്ട് ജെ ഒമേഗ എന്നല്ലേ. സോ ഒമേഗ പാർട്ട് എടുത്താൽ മതി. 2r സൈൻ ഒമേഗ ബൈ 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 2r കോസ് ഒമേഗ. ഓക്കെ, ഒമേഗ ടേം കിട്ടി. നൗ നമുക്കറിയാം കഴിഞ്ഞ ഇബൽസ് ഇൻവാരിയന്റ് മെത്തേഡിൽ പറഞ്ഞിട്ട് ആർ ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ സിഗ്മ ലെസ് ദാൻ 0 ആയിരിക്കും അല്ലെ. സിഗ്മ ലെസ് ദാൻ 0 ആകുമ്പോൾ നെഗറ്റീവ് പാർട്ടിൽ വരുമ്പോഴാണ് റേഡിയസിന് അകത്ത് വരിക, അതായത് ഇൻസൈഡ് ദി ഇൻ സർക്കിൾ. ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സിഗ്മ ഗ്രേറ്റർ ദാൻ 1 ആൻഡ് കോൺസിക്വന്റ്ലി ആർ ഈക്വൽ ടു 1 ആണെങ്കിൽ സിഗ്മ ഈക്വൽ ടു 0. സിഗ്മ 0 ആണ്, അതായത് ജെ ഒമേഗ ആക്സിസിലാണ് വരിക. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ആർ ഈക്വൽ ടു 1 എന്നുള്ളൊരു ടേം എടുക്കാം. ഓക്കെ, സോ ഒമേഗയുടെ വാല്യൂ ആണ് നമ്മൾ കാണുന്നത്. ഒമേഗയുടെ വാല്യൂ ആർ ഈക്വൽ ടു 1 കൊടുത്താൽ വി ഗെറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ഹിയർ ആർ ഈക്വൽ ടു 1 കൊടുത്തു. സോ വി ഗെറ്റ് 2 സൈൻ ഒമേഗ ബൈ 1 പ്ലസ് 1 സ്ക്വയർ 1 ആണ്. സോ 1 പ്ലസ് 1 വരുമ്പോൾ 2 പ്ലസ് 2r കോസ് ഒമേഗ എന്ന് വരും. ഓക്കെ, സോ 2 പ്ലസ് 2r കോസ് ഒമേഗ എന്ന് 2 പുറത്തെടുക്കുമ്പോൾ ഈ 2 ഡിനോമിനേറ്ററിൽ 2 ക്യാൻസൽ ചെയ്ത് പോകും. ആ ഒരു ഫോമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 2/t ഇൻറ്റു ആർ ഈക്വൽ ടു 1. സോ സൈൻ ഒമേഗ എന്നേ ഉണ്ടാവുള്ളൂ, 2 ക്യാൻസൽ ചെയ്ത് പോയി. സൈൻ ഒമേഗ ബൈ 2 പ്ലസ് 2 എന്നുള്ളതിന് 2 പുറത്തെ 1 പ്ലസ് കോസ് ഒമേഗ എന്ന് കിട്ടും. സോ 1 പ്ലസ് കോസ് ഒമേഗ. ഓക്കെ, ഈ ഒരു ഫോർമുലായിട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്കറിയാം സൈൻ 2 തീറ്റ പറയുമ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ്. അതുപോലെ 2 സൈൻ തീറ്റ കോസ് തീറ്റ. അതുപോലെ സൈൻ ഒമേഗ എന്ന് പറയുമ്പോൾ 2 സൈൻ ഒമേഗ ബൈ 2 കോസ് ഒമേഗ ബൈ 2 ആ ഒരു ഫോർമുല ഇട്ട്. അതുപോലെ കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 2 തീ അങ്ങനെ ഒരു ഫോമുണ്ട് 2 തീറ്റന്റെ. അപ്പോൾ അതുപോലെ തന്നെ കോസ് ഒമേഗ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് ഒമേഗ 1 പ്ലസ് കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ആ ഒരു ഫോമുല ഉണ്ട്. 1 പ്ലസ് കോസ് 2 തീറ്റ 1 പ്ലസ് 2 സൈൻ തീറ്റ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് 2/t ഇൻറ്റു ഇതില് നമ്മൾ 2 സൈൻ എ കോസ് ബി അങ്ങനെ കൊടുക്കണ പോലെ 2 ഇൻറ്റു സൈൻ ഒമേഗ ബൈ 2 കോസ് ഒമേഗ ബൈ 2. കാരണം സൈൻ 2 തീറ്റ ആണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ വരുന്നത്. ഇവിടെ സൈൻ ഒമേഗ എന്നുള്ളതാവുമ്പോൾ അതിന്റെ ഡിവൈഡ് ബൈ 2 ആണ് വരുന്നത്. സോ 2 സൈൻ ഒമേഗ ബൈ 2 കോസ് ഒമേഗ ബൈ 2 ഇൻറ്റു
1 പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് 2 തീറ്റ പഠിച്ചിട്ടുണ്ടാവും, ദാറ്റ് ഈസ് 2 കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ 1 പ്ലസ് കോസ് ഒമേഗ എന്നാകുമ്പോൾ 2 കോസ് സ്ക്വയർ ഒമേഗ ബൈ 2. ഓക്കെ, അങ്ങനെ ഒരു ഫോമിലോട്ട് കിട്ടി. ഇതിൽ കോസ് ഒമേഗ ബൈ 2 കോസ് ഒമേഗ ബൈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് 2 ബൈ ടി. ഈ 2 ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 2 ക്യാൻസൽ ചെയ്തു. കോസും ഒരു കോസ് ക്യാൻസൽ ചെയ്തു. സൈൻ ഒമേഗ ബൈ 2 ബൈ കോസ് ഒമേഗ ബൈ 2 ആണ്. സൈൻ ബൈ കോസ് ആണ് ടാൻ ആണ്. സോ വി ഹാവ് 2 by t into tan omega by 2 എന്ന് കിട്ടും. Okay, so omega value, this is analog frequency and this is digital form. So analog omega is equal to 2 by t tan omega by 2. Okay, so from here we can find omega is equal to 2 ഇപ്പുറത്ത് പോവും, tan inverse ആവും. So 2 tan inverse ഈ ഒമേഗ ഇപ്പുറത്ത് വരും, ഒമേഗ ടി ബൈ 2. ഓക്കെ, എല്ലാം റിവേഴ്സ് ആവും. സോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് അത് മറ്റേ ഡിറൈവ് ചെയ്താൽ മതി. ഒമേഗ ഇക്വൽ ടു 2 by t tan ഒമേഗ ബൈ 2 ഈ ഒരു ഫോമിലോട്ട് വരും. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒമേഗ വാല്യൂ, അതായത് ഓക്കെ ദിസ് ഒമേഗ വാല്യൂ ഇസ് ഈക്വൽ ടു 2 by t tan ഒമേഗ ബൈ 2 എന്ന് വരാൻ, ടാൻ എന്നുള്ളൊരു വാല്യൂ അവിടെ വരാൻ എന്താ കാരണം എന്ന് നമുക്ക് തിയറട്ടിക്കലി നോക്കാം. ഓക്കെ, let omega and omega are represent the frequency variables in analog and digital filter. Okay, ഈ ഒമേഗ എന്ന് പറയുമ്പോൾ അനലോഗിന്റെ ഫ്രീക്വൻസി വേരിയബിൾ ആണ്, ഇത് ഡിജിറ്റലിന്റെ ഫ്രീക്വൻസി വേരിയബിൾ ആണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് ഒമേഗ ഈക്വൽ ടു 2 by t tan ഒമേഗ ബൈ 2. ഇനി small values of theta, tan theta is approximately equal to theta, small values of theta. So we have tan theta approximately equal to theta. So ഈ tan theta ക്ക് പകരം omega by 2 എഴുതാം. So omega is equal to 2 by t omega by 2 എഴുതി, that is equal to omega by t. Omega equal to omega by t. So omega is equal to omega t എന്നുള്ള ഒരു ഇക്വേഷൻ ഫൈനലി വന്നു. ഓക്കെ, അതായത് തീറ്റയുടെ വാല്യൂ സ്മോൾ ആണെങ്കിൽ tan theta equal to theta എന്നുള്ള ഒരു റിലേഷൻ വെച്ചിട്ട് ഒമേഗ equal to omega t വന്നു. ഓക്കെ, അതായത് ഒമേഗ, ഈ ഒരു ഒമേഗ പറയുമ്പോൾ ഡിജിറ്റലിലുള്ള ഫ്രീക്വൻസി, ഇത് അനലോഗുള്ള ഫ്രീക്വൻസി എന്നാൽ ഒരു ടീന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ പറയുന്ന ഈ ലോവർ ഫ്രീക്വൻസിയിൽ ഈ ഒമേഗ, ഈ രണ്ട് ഒമേഗയും തമ്മിലുള്ള റിലേഷന് ലീനിയർ ആയിരിക്കും. ഓക്കെ, ലോവർ ഫ്രീക്വൻസിയിൽ ഈ രണ്ട് ഒമേഗയും തമ്മിലുള്ള ലീനിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഫിൽറ്ററിന് സെയിം ആസ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ അനലോഗ് ഫിൽറ്ററിന്റെ സെയിം, അതായത് അനലോഗ് ഫിൽറ്റർ നമ്മൾ ഡിജിറ്റൽ ഫിൽറ്റർ കാണുന്നത് അല്ലേ. സോ ഈ രണ്ടും നമുക്ക് റിലേഷൻഷിപ്സ് ലീനിയർ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസ് നോക്കുമ്പോൾ അനലോഗ് ഫിൽറ്ററും ഡിജിറ്റൽ ഫിൽറ്ററും സെയിം ആയിരിക്കും അല്ലേ, ഏകദേശം സെയിം റെസ്പോൺസ് ആയിരിക്കും. ഫോർ ഹൈ ഫ്രീക്വൻസീസിൽ, ഇനി അത് ലോ ഫ്രീക്വൻസീസിന്റെ കേസിൽ ലീനിയർ ആണ്. ഹൈ ഫ്രീക്വൻസീസിന്റെ കേസിൽ ഈ റിലേഷൻഷിപ്പ് നോൺ ലീനിയർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, രണ്ട് ഒമേഗയും തമ്മിൽ. അപ്പോൾ ഡിസ്റ്റോർഷൻ വരും, ഫ്രീക്വൻസി സ്കെയിലിൽ ഡിസ്റ്റോർഷൻ വരും. അതുപോലെ തന്നെ ഡിജിറ്റൽ ഫിൽറ്ററിലും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഡിസ്റ്റോർഷൻ വരും ആസ് കമ്പയർഡ് ടു അനലോഗ് ഫിൽറ്റർ. ഇതിനാണ് വാപ്പിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. വാപ്പിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, വാട്ട് ഇസ് വാപ്പിംഗ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡിജിറ്റൽ ഫിൽറ്റർ അനലോഗ് ഫിൽറ്ററും തമ്മിൽ ഈ ഒരു അതിന്റെ ഫ്രീക്വൻസീസ് തമ്മിൽ ലോ ഫ്രീക്വൻസീസിൽ, അതായത് ലോ ഫ്രീക്വൻസി പറയുമ്പോൾ ലോ ഫ്രീക്വൻസീസിൽ എന്തായിരിക്കും, അവര് ലീനിയർ ആയിരിക്കും. ലീനിയർ ആകുമ്പോൾ എന്താണ് അനലോഗിന്റെ ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസ് സെയിം ഡിജിറ്റലിന്റെ ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസ് കിട്ടും. പക്ഷെ ഹയർ ഫ്രീക്വൻസീസിൽ ഇവർ തമ്മിൽ നോൺ ലീനിയർ ആണ്. അപ്പൊ അവർ തമ്മിൽ എന്ത് കിട്ടില്ല, ഡിസ്റ്റോർഷൻ സംഭവിക്കും. ആ ഒരു ഡിസ്റ്റോർഷൻ ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ്, അതായത് ഒമേഗയും രണ്ട് ഒമേഗയും തമ്മിലുള്ള റിലേഷൻ, ഇത് രണ്ട് സ്മോൾ ഫ്രീക്വൻസീസ് ലീനിയർ ആയിരിക്കും. ഓക്കെ, ലാർജർ ഫ്രീക്വൻസീസിൽ നോൺ ലീനിയർ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദിസ് ഇസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് കാണിക്കും. വാർപ്പിംഗ് ഇഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്. ഇതെന്താന്ന് വെച്ചാൽ ദിസ് ഇസ് അനലോഗ്, ഇത് അനലോഗ് ഫിൽറ്റർ ആണ്. ഈ അനലോഗ് ഫിൽറ്ററിന്റെ ബാൻഡ് പാസ്, ഇതാണ് പാസ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് എന്തൊക്കെ. ഓക്കെ, ഈ പാസ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് ഒക്കെ, അതായത് എത്ര ബാൻഡുകൾ പാസ് ചെയ്യുന്നു, ഇവിടെ 4 ബാൻഡ് പാസ് ചെയ്യുന്നു, ഇവിടെ അതുപോലെ 4 ബാൻഡ് പാസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ബാൻഡ് പാസ് ബാൻഡ് ഈക്വൽ ആണ്. പക്ഷേ അവർ തമ്മിലുള്ള ഡ്യൂറേഷൻ, ഫ്രീക്വൻസിന്റെ ഡ്യൂറേഷൻ ഡിഫറെന്റ് ആണ്. അതായത് കറസ്പോണ്ടിങ് അനലോഗ് നിന്ന് ഡിജിറ്റലിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഇൻക്രീസ് ചെയ്തു, പിന്നെ ഒരു സെൻട്രലൊക്കെ ഏകദേശം ഒരുപോലെ ആണെങ്കിലും പിന്നെ അങ്ങ് ദൂരേക്ക്, അതായത് ഒമേഗന്റെ വാല്യൂ കൂടും തോറും ഈ ഒരു വിഡ്ത്ത് ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഓക്കെ, ഇവിടെ കോൺസ്റ്റന്റ് വിഡ്ത്ത് ആണെങ്കിൽ ഇവിടെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതാണ് നോൺ ലീനിയർ എഫക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ വാപ്പിംഗ് എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, സോ അത് രണ്ട് ഈക്വൽ ആകുമ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഡിഫറൻസ് ഓഫ് വാപ്പിംഗ് എഫക്റ്റ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസ്. ഓക്കെ, will have same number of pass bands. ഓക്കെ, ഡിറൈവ്ഡ് ഡിജിറ്റൽ സിഗ്നലിനും അതുപോലെ തന്നെ അനലോഗ് സിഗ്നലിന്റെ സെയിം നമ്പർ, അനലോഗ് സിഗ്നലിന് ഡിജിറ്റൽ ഫിൽറ്റർ ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പൊ ഡിറൈവ്ഡ് ഡിജിറ്റൽ ഫിൽറ്ററിന് സെയിം നമ്പർ ഓഫ് പാസ് ബാൻഡ് ആണ് ആസ് കമ്പയർഡ് ടു അനലോഗ് ഫിൽറ്റർ. ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ അവർ തമ്മിലുള്ള ആ ഒരു ഡ്യൂറേഷൻ എന്തുണ്ട്, റെഡ്യൂസ് ഡിസ്പ്രപ്പോർഷണാലിറ്റി, ആ ഒരു ഡ്യൂറേഷനിൽ കുറവുണ്ട്. അതായത് പ്രൊപ്പോർഷണൽ ആയിട്ടല്ല അവരുടെ പാസ് ബാൻഡ് ഡ്യൂറേഷൻ വരുന്നത്. അതാണ് ഈ വാപ്പിംഗ് ഇഫക്റ്റിന്റെ
ഇഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ദ ഇൻഫ്ലുവൻസ് ഓഫ് വാർപ്പിംഗ് ഇഫക്ട് ഓൺ ദ ഫേസ് റെസ്പോൺസ് ഇസ് ഷോൺ ഇൻ ഫിഗർ 5.26. കൺസിഡറിംഗ് അനലോഗ് ഫിൽട്ടർ വിത്ത് ലീനിയർ ഫേസ് റെസ്പോൺസ്, ദ ഫേസ് റെസ്പോൺസ് ഓഫ് ഡിജിറ്റൽ ഫിൽട്ടർ ഇൻ നോൺ ലീനിയർ. ഇനി വാർപ്പിംഗ് ഇഫക്റ്റിന്റെ വേറെ ഡിസഡ്വാൻറ്റേജ് ആണ് അതിന്റെ ഫേസ് റെസ്പോൺസ്. ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസ് കണ്ടല്ലോ, അതായത് പാസ് ബാൻഡ് നമ്പർ ഓഫ് പാസ് ബാൻഡ് ഈക്വൽ ആണെങ്കിലും അവരുടെ ഡ്യൂറേഷൻ ഡിഫറെന്റ് ആണ്. ഇനി ഫേസ് റെസ്പോൺസിൽ എന്താ ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ അനലോഗ് ലീനിയർ റൈറ്റ് ആണെങ്കിലും അനലോഗിന്റെ ഫേസ് റെസ്പോൺസ് ലീനിയർ ഫേസ് റെസ്പോൺസ് ആണെങ്കിലും ഇത് ഡിജിറ്റലിലോട്ട് വരുമ്പോൾ, ഡിജിറ്റൽ ഫിൽറ്ററിലോട്ട് വരുമ്പോൾ ഒരു നോൺ ലീനിയർ ഫേസ് റെസ്പോൺസാണ് വരുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് വാർപ്പിംഗ് ഇഫക്റ്റ് കൊണ്ട് കാണാം. വാർപ്പിംഗ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ടി എന്ന് വരുന്ന കേസിൽ, അതായത് തീറ്റന്റെ വാല്യൂ കുറയുമ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ എടുക്കുന്ന ടൈമിൽ. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ വാർപ്പിംഗ് ഒഴിവാക്കാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രീ വാർപ്പിംഗ്. ഓക്കെ, ഈ വാർപ്പിംഗ് നമുക്ക് ഒഴിവാക്കണം. വാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നോൺ ലീനിയർ ഹയർ ഫ്രീക്വൻസീസിൽ നോൺ ലീനിയർ ആവുന്ന കേസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പ്രീ വാർപ്പിംഗ് ചെയ്യുന്നത്. ദ വാർപ്പിംഗ് ഇഫക്റ്റ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ പ്രീ വാർപ്പിംഗ് ദ അനലോഗ് ഫിൽട്ടർ. ദിസ് ക്യാൻ ബി ഡൺ ബൈ ദ ഫൈൻഡിംഗ് പ്രീ വാർപ്പിംഗ് അനലോഗ് ഫ്രീക്വൻസി യൂസിംഗ് ദ ഫോർമുല. പ്രീ വാർപ്പിംഗ് ചെയ്താൽ മതി. ഈ പ്രീ വാർപ്പിംഗ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രീ വാർപ്പിംഗ് ചെയ്യുന്നത്. അതായത് നമുക്ക് അനലോഗ് ഫിൽട്ടറിനെ പ്രീ വാർപ്പിംഗ് ചെയ്താൽ നമുക്ക് ഈ ഒരു വാർപ്പിംഗ് എന്നുള്ള ഡിസഡ്വാൻറ്റേജ് നമുക്ക് റിമൂവ് ചെയ്യാം. അതായത് ഒമേഗനെ 2/t ടാൻ ഒമേഗ/2 തന്നെ ചെയ്യണം. അങ്ങനെയാണ് ഈ ടാൻ ഒമേഗ/2 എന്നുള്ള വാല്യൂ വരുന്നത്. ഓക്കെ, സോ ഒമേഗ പീനെ നമുക്ക് 2/t ടാൻ ഒമേഗ പാസ് ബാൻഡ് ആകുമ്പോൾ ഒമേഗ p/2 ആൻഡ് ഒമേഗ സ്റ്റോപ്പ് ബാൻഡ് ആണെങ്കിൽ 2/t ടാൻ ഒമേഗ s/2. സോ ടാൻ യൂസ് ചെയ്താണ് പ്രീ വാർപ്പിംഗ് എന്ന് പറഞ്ഞത്. പ്രീ വാർപ്പിംഗ് ഒമേഗ പിയും ഒമേഗ എസും കാണാം. ഓക്കെ, അപ്പോൾ നോർമലി അനലോഗ് ഫിൽറ്ററിന്റെ നോർമൽ കാണാതെ അതിന്റെ പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസീസ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റലിലോട്ട് മാറ്റുന്നതെങ്കിൽ ഈ ഒരു വാർപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിനും വേണ്ടി അതാണ് ഈ ടാനിന്റെ പ്രത്യേകത. സോ സൈൻ ഒമേഗ ഇസിക്കൽ 2/t ടാൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വാർപ്പിംഗ് ഇഫക്റ്റ് വരും. സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അനലോഗ് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ വാർപ്പിംഗ് എലിമിനേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് വൈ വി ആർ യൂസിങ് ടാൻ ഒമേഗ/2. ഓക്കെ, സോ ഒമേഗ ഇസ് ഈക്വൽ ടു 2/t ടാൻ ഒമേഗ/2 യൂസ് ചെയ്തിട്ട് നമ്മൾ വേണം ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.